റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ബെൻഫിക്കയ്ക്കെതിരെ പകരം വീട്ടാൻ ഒരു സുവർണ അവസരം വന്ന് വീണിരിക്കുകയാണെന്നുള്ളതാണ്. യെസ്, യൂഷ്വലി അങ്ങനെ ഇങ്ങനെയുള്ള പകരം വീട്ടലുകൾക്കുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. ഈ ഹോം എവേ മാച്ചസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ പ്ലേ ഓഫിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ബെൻഫിക്കയ്ക്കെതിരെയുള്ള തോൽവിയാണ്. സോ അപ്പോൾ അതിന് ഈ സീസണിൽ തന്നെ അടുത്ത മത്സരത്തിൽ തന്നെ പകരം വീട്ടാൻ റയൽ മാഡ്രിഡിന് മുമ്പിൽ ഒരു വലിയ അവസരം വന്ന് വീണിട്ടുണ്ട്. ആ കാര്യവും പറയാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എംബാപ്പയുടെ ഒരു ഗോൾ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ കീപ്പറിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയതിന് എന്താണ് കുഴപ്പം, അത് റോബറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് വരുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത് നമ്മുടെ എംബാപ്പയുടെ ഗോളിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ അത് ബേസിക് ആയിട്ടും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫുട്ബോൾ നിയമം അനുസരിച്ച് അത് ഗോൾ കൊടുക്കാൻ ഒരു ഗ്രൗണ്ട്സ് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ, പണ്ട് അങ്ങനെ അല്ലായിരുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം അനുസരിച്ച് എന്തായാലും എംബാപ്പയ്ക്ക് അത് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ബോളിന്റെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജും കിടക്കുന്നത് ഗോൾ കീപ്പർക്കാണെന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത് റിലീസ് ചെയ്ത് കിക്ക് ചെയ്യുന്നത് വരേക്കും അതിന്റെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജും കിടക്കുന്നത് ഗോൾ കീപ്പർക്കാണ്. അതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്താൽ അത് ഫ്രീ കിക്കായി മാറുകയും അവിടുന്ന് പിന്നീട് കിക്കായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഒരു കാർഡ് കൊടുക്കാനുള്ള ഫൗളും കൂടെ ആണെന്നുള്ളതാണ്. ഇത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഇനി അതിനെക്കുറിച്ച് ചോദിച്ചും ഈ റീല് ചെയ്ത് റോബറി ആണെന്ന് പറയുന്നവരോട് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതാണ് നിയമം എന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ ഇനി അവരത് സമ്മതിച്ചില്ലെങ്കിലും ഈ റയൽ മാഡ്രിഡിന്റെ പലതരത്തിലുള്ള മീഡിയാസിലും മറ്റു കാര്യങ്ങൾക്കും ഈ പ്ലേ ഓഫിലേക്ക് പോയത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നാണക്കേടായിരുന്നു. കാരണം 3-ാം സ്ഥാനത്താണ് ഈ മത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു റൗണ്ടിന് മുമ്പ് അവർ നിന്നിരുന്നത്. അവിടെ നിന്ന് പ്ലേ ഓഫ് കളിച്ചു വരേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും ആ ഒരു നാണക്കേട് അത് വീട്ടാൻ ഈ ഒരു സീസണിൽ അടുത്ത മാച്ചിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? ബെൻഫിക്കയെ ജോസെ മൊറീനിയോയെ തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? താഴെ കമന്റ് കറോ.